ഈ റിവ്യൂയുടെ ETrance Plus എന്ന മോഡലാണ് നമ്മളിന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇതാണ് നമുക്ക് സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. നമുക്ക് സാധനം വയ്ക്കാൻ ഇവിടെയും ചെറിയൊരു സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. ഗ്ലാസ് ഇപ്പുറത്തൊരു ഗ്ലാസ് വരും, അത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല. ചാവി, ഇതാണ് ഡിസ്പ്ലേ. ചാവി ഓണാക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഓണാണ്. ഇപ്പോൾ വണ്ടി പാർക്കിംഗ് മോഡിലാണ്. ഇതെവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ടിരിക്കുമ്പം പാർക്കിംഗ് മോഡിലിടാം. എന്നിട്ട് പീല് ഞെക്കുമ്പോൾ പാർക്കിംഗ് മോഡിൽ നിന്ന് മാറും. അത് കഴിഞ്ഞ് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടി പോകും. ഇതാണ് നമ്മുടെ സ്പീഡ് കാണിക്കുന്നത്. ഇത് ബാറ്ററി, ഇത് സ്പീഡാണ്. 3 സ്പീഡുണ്ട്. ഒന്ന് ഇതിലിട്ട് കഴിഞ്ഞാൽ 25 കിലോമീറ്റർ, 2 കഴിഞ്ഞാൽ 35 കിലോമീറ്റർ, 3 കഴിഞ്ഞാൽ 40 കിലോമീറ്റർ സ്പീഡിൽ പോകും. ഇത് ഹോണാണ്. ഹോൺ അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ ഉണ്ട്. അപ്പർ സൈഡിന് ഒരു ഹോൺ വരും. ഇൻഡിക്കേറ്റർ സൈഡ് ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വണ്ടി നേരിട്ട് നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുത്തി ചാർജ് ചെയ്യാം. അതല്ല ബാറ്ററി ഉരുക്കൊണ്ട് പോയി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഇത് ഓൺ ഓഫ് സ്വിച്ചാണ്. വണ്ടി നമ്മൾ ഒരു 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ബാറ്ററി ആയിട്ടുള്ള ഒരു ബന്ധം വിച്ഛേദിക്കപ്പെടും. ഇതാണ് ബാറ്ററി വരുന്നത്. നമ്മൾ ഊരിക്കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത ശേഷം, ഇത് ഊരിയ ശേഷം നമുക്ക് ബാറ്ററി ഇതുപോലെ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാം. അതിനുള്ള സൗകര്യമുണ്ട്. ചെറിയ സ്പേസ് കുറവാണെന്നാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാം. സസ്പെൻഷനാണ്, നല്ലൊരു സസ്പെൻഷൻ തന്നെ നൽകിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മോട്ടർ. 250 വോൾട്ടിൻ്റെ മോട്ടറാണ്. ഇത് ട്യൂബ്ലെസ് ടയറാണ്. നല്ലൊരു സീറ്റാണ്. സൈഡ് ഫുഡ് റെസ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് അഡീഷണൽ ചാവിയുടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ചാർജർ. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചാർജർ ചെയ്യുന്നതിലാണ്. ഇതൊരിക്കലും നമ്മൾ ബാറ്ററിയിലോട്ട് നേരിട്ട് കണക്ട് ചെയ്യരുത്. കറണ്ടിൽ നിന്ന് ചാർജറിലോട്ട് കണക്ട് ചെയ്തിട്ട് വേണം ബാറ്ററി കണക്ട് ചെയ്യാൻ. നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്തു. ഇത് 2ാമത്തെ ക്ലാസ്സാണ്. ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ബാറ്ററിക്ക് 3 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി നൽകുന്നത്. നമുക്ക് ലോങ് ഡ്രൈവ് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ട് പോകരുത്. ഒരു 45 മിനിറ്റെങ്കിലും നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി ഓടിച്ച് പോകാവൂ. പിന്നെ 5 മണിക്കൂർ കൂടുതൽ ബാറ്ററി ചാർജ് ചെയ്യാതിരിക്കുക.
എങ്ങനെയുണ്ട്? മേടിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഒരു പ്രോബ്ലം എത്രത്തോളം ആക്സിഡൻറ്റ് കൊടുക്കണമെന്നൊരു കൺഫ്യൂഷൻ, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും. നല്ല പവർഫുൾ. കയറ്റമൊക്കെ നമ്മൾ രണ്ടുപേര് വെച്ചാണ് കയറി വന്നത്. സിദ്ധാർത്ഥ്, ഞങ്ങളുടെ ആലങ്കോട് ആമസോണിൻ്റെ സ്ഥിരം ഓർഡർ നമ്മൾ കൊണ്ട് തരുന്നത് സിദ്ധാർത്ഥാണ്. ഐക്യാറ്റ് അപ്രൂവ്ഡാണ്. എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി ഓടിച്ചിട്ട്? വളരെ സ്മൂത്താണ്. മറ്റേ പെട്രോൾ വണ്ടി വെച്ചിട്ട് നോക്കുമ്പോൾ വളരെ സ്മൂത്താണ്. പിന്നെ ഒരു ചലനമോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അതുമാതിരി വളരെ എന്തോ നമ്മൾ വളരെ സോഫ്റ്റായിരുന്നു വണ്ടിയത്തെ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും അതിനകത്തില്ല. പിന്നെ വണ്ടി വരുന്നത് തന്നെ ആരും അറിയത്തില്ല. നമ്മൾ പുറകിൽ നിൽക്കുന്ന ഒട്ടും സൗണ്ടോ അങ്ങനെയുള്ള ഒന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാൻ ആരൊക്കെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാനും പറ്റുന്നൊരു വണ്ടിയാണ്. പ്യൂറബിയുടെ ആലുവയിലുള്ള ബെസ്ത ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്നുമാണ് ഞാൻ ഈ വാഹനം വാങ്ങിയത്. നമുക്കിത് കേരളത്തിൽ എല്ലായിടത്തും അവർ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡീലറിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അവർ വിളിച്ചാൽ മതി. കൂടുതൽ കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നതാണ്.